ഭീമാകാരമായ വാതക ഗ്രഹങ്ങൾ, വിസ്മയാവഹമായ സൂപ്പർ എർത്ത് ഗ്രഹങ്ങൾ, ഉപരിതലം മുഴുവൻ സമുദ്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ഗ്രഹങ്ങൾ, ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ, അങ്ങനെ പ്രപഞ്ചത്തിൽ അത്ഭുതാവഹമായ അനേകം ഗ്രഹങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ വിചിത്രമായ ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരം ഗ്രഹങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് അവഗണിക്കുന്ന മറ്റൊരു വിഭാഗം ലോകങ്ങളുണ്ട്. അതാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളുടെ നിഴലുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില ഉപഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെക്കാൾ വിചിത്രമാണ്. പിന്നിലേക്ക് ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ, വെളിച്ചത്തിനും ഇരുട്ടിനും ഇടയിൽ പിളർന്നു നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ, ഭ്രമണപഥം പരസ്പരം കൈമാറുന്ന ഉപഗ്രഹങ്ങൾ, അങ്ങനെ കൗതുകകരമായ ഒരുപാട് ഉപഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലുണ്ട്. അവ ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. കൗതുകകരമായ ഉപഗ്രഹങ്ങളെ തേടി ആദ്യം നമ്മൾ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കാണ് പോകുന്നത്. സാധാരണ ഗ്രഹങ്ങൾക്ക് ചുറ്റുമാണ് ഉപഗ്രഹങ്ങൾ വലം വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആസ്ട്രോയിഡുകൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. 1993 ഗലീലിയോ പേടകം പകർത്തിയ ചിത്രത്തിൽ നിന്നുമാണ് ആദ്യമായിട്ടൊരു ആസ്ട്രോയിഡിന്റെ ഉപഗ്രഹത്തിനെ കണ്ടെത്തിയത്. ഡാറ്റയിൽ നിന്നാണ് ആ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിലനിൽക്കുന്ന 243 ഇഡ എന്നൊരു ആസ്ട്രോയിഡിനെയാണ് ഡാറ്റയിൽ വലം വയ്ക്കുന്നത്. വെറും 1.5 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ഉപഗ്രഹമാണിത്. ആസ്ട്രോയിഡുകൾക്കും ഉപഗ്രഹങ്ങൾ ഉണ്ടാകാമെന്ന കാര്യം ഡാറ്റയിലിന്റെ കണ്ടെത്തലോടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാൽ ഇപ്പോൾ ഉപഗ്രഹങ്ങളുള്ള 350-ൽ കൂടുതൽ ഉൽക്കകളെ കണ്ടെത്തിയിട്ടുണ്ട്. ചില ആസ്ട്രോയിഡ്സിനാണെങ്കിൽ 1-ൽ കൂടുതൽ ഉപഗ്രഹങ്ങളുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ തന്നെയുള്ള 130 ഇലക്ട്ര എന്ന മറ്റൊരു ഉൽക്കയ്ക്ക് 3 ഉപഗ്രഹങ്ങളുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ള ഉൽക്ക ഇത് തന്നെയാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും അടുത്ത് നമ്മൾ പോകുന്നത് സാറ്റേണിലേക്കാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ള ഗ്രഹമാണ് സാറ്റേൺ. നിലവിൽ സാറ്റേണിന് ചുറ്റും വലം വയ്ക്കുന്ന 274 മൂൺസിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം ഉപഗ്രഹങ്ങൾക്കും ഏതാനും ചില കിലോമീറ്റേഴ്സിന്റെ വ്യാസമേ ഉള്ളൂ. എന്നാൽ അതിൽ S2009 S1 എന്ന ഉപഗ്രഹമാണ് ഏറ്റവും ചെറുത്. ഇതിന് വെറും 300 മീറ്റേഴ്സിന്റെ വ്യാസം മാത്രമേ ഉള്ളൂ. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള സകല ഉപഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും ചെറുത് ഇത് തന്നെയാണ്. താരതമ്യേന പറഞ്ഞാൽ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് ഏതാണ്ട് 3500 കിലോമീറ്റേഴ്സ് വ്യാസമുണ്ട്. അതായത് S1ന്റെ 10,000 മടങ്ങിൽ കൂടുതൽ വലിപ്പം. S1നെ കണ്ടെത്തുന്നതിന് മുന്നേ S2003 J12 എന്ന മറ്റൊരു ഉപഗ്രഹത്തിനെയാണ് ഏറ്റവും ചെറുതായിട്ട് പരിഗണിച്ചിരുന്നത്. അത് ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹമാണ്. ഇതിന് ഏതാണ്ട് 1 കിലോമീറ്റർ വ്യാസമുണ്ട്. 2003 ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. പക്ഷെ ഇത് തീരെ ചെറുതായതിനാൽ ബഹിരാകാശ ഗവേഷകർക്ക് കൃത്യമായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇതിനെ കാണാതായി. പിന്നെ ഒരു പതിറ്റാണ്ടിൽ കൂടുതൽ കാലം കഴിഞ്ഞപ്പോഴാണ് ഇതിനെ വീണ്ടും കണ്ടെത്താൻ പറ്റിയത്. എന്തായാലും സാറ്റേണിന്റെ 274 ഉപഗ്രഹങ്ങളിൽ വിചിത്രമായ നിരവധി ലോകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ. പ്രത്യക്ഷത്തിൽ ഒരുതരം ഇറ്റാലിയൻ പലഹാരമായ റാവിയോളിയുടെ രൂപമാണ് ഇതിന്. ഈ വിചിത്രമായ രൂപം തന്നെയാണ് ഇതിനെ മറ്റു ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇത് സാറ്റേണിന് ചുറ്റും വലം വയ്ക്കുന്നതിനിടയിൽ സാറ്റേണിന്റെ വളയങ്ങളിലുള്ള ചെറിയ പൊടിപടലങ്ങൾ ഇതിന്റെ ഇക്വേറ്റർ ഭാഗത്തിൽ പറ്റിച്ചേർന്നിരിക്കും. അങ്ങനെ കാലങ്ങളായിട്ട് ഇക്വേറ്ററിൽ പൊടികൾ അടിഞ്ഞുകൂടിയതുകൊണ്ടാണ് കാലക്രമേണ ഇത് പലഹാരത്തിൻ്റെത് പോലത്തെ രൂപത്തിലായി മാറിയത്. സാറ്റേണിന്റെ മറ്റൊരു ഉപഗ്രഹമാണ് ലാപ്പറ്റസ്. സാറ്റേണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത്. ഇതിന് ഏതാണ്ട് 1500 കിലോമീറ്റർ വ്യാസമുണ്ട്. ഇതിന്റെ ഒരു വശം മുഴുവൻ ടാർ പോലെ ഇരുണ്ടതും എന്നാൽ മറുവശം മുഴുവൻ പാലി പോലെ വെളുത്തതുമാണ്. ഉപരിതലത്തിൽ ഐസ് പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞതിനാലാണ് ഈ വശം മുഴുവൻ വെള്ള നിറത്തിൽ കാണപ്പെടുന്നത്. ഇരുണ്ട വശത്തിന് കാസിനി റേജിയോ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തിൽ മൊത്തം ഓർഗാനിക് പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. സാധാരണ മെറ്റിയോറൈറ്റുകളിലും വാൽനക്ഷത്രങ്ങളിലുമാണ് ഇത്തരം പദാർത്ഥങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാപ്പറ്റസിൽ കാണപ്പെടുന്ന ഇരുണ്ട പദാർത്ഥത്തിന്റെ വലിയൊരു ശതമാനവും ഒരുപക്ഷെ മെറ്റിയോറൈറ്റ്സിലൂടെയും കോമറ്റ്സിലൂടെയും വന്നതായിരിക്കുമെന്നാണ് നിഗമനം. അതിനു പുറമെ സമീപത്തുള്ള ഫീബിയിൽ നിന്നും വമിക്കുന്ന ഇരുണ്ട പദാർത്ഥങ്ങളും ലാപ്പറ്റസിൽ വന്ന് പതിക്കാറുണ്ട്. ഫീബി സാറ്റേണിന്റെ മറ്റൊരു ഉപഗ്രഹമാണ്. അത് ശരിക്കും പണ്ട് കൈപ്പർ ബെൽറ്റിൽ നിന്നും വന്ന കോമറ്റ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഇരുണ്ട വസ്തുക്കളിൽ ഒന്നാണ് ഫീബി. ഫീബിയിൽ നിന്നും നിരന്തരമായിട്ട് അതിലുള്ള ഇരുണ്ട പദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടാറുണ്ട്.
ലാപ്പറ്റസ് സഞ്ചരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇരുണ്ട വശമാണ്. അതിനാൽ ഫീബിയിൽ നിന്നുമുള്ള പദാർത്ഥങ്ങൾ കൃത്യമായും ലാപ്പറ്റസിന്റെ ഇരുണ്ട വശത്തിൽ തന്നെ വന്ന് പതിക്കും. ഇരുണ്ട ഭാഗത്തിൽ താപനില കൂടുതലായിരിക്കും. അതിനാൽ അവിടെ ഉപരിതലത്തിലുള്ള ഐസ് മൊത്തം വളരെ വേഗം ഉരുകിപ്പോകും. പിന്നെ അവശേഷിക്കുന്നത് ഇരുണ്ട പദാർത്ഥങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ലാപ്പറ്റസിന്റെ ഒരു വശം എപ്പോഴും പൂർണ്ണമായും ഇരുണ്ടു കിടക്കുന്നത്. സാറ്റേണിന്റെ മറ്റൊരു വിചിത്രമായ ഉപഗ്രഹമാണ് ഹൈപീരിയോൺ. ഇതിന് ഏതാണ്ട് 360 കിലോമീറ്റർ വ്യാസമുണ്ട്. ഇതിനെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് വലിയൊരു സ്പോഞ്ച് ആണെന്ന് തോന്നിപ്പോകും. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ഉൾഭാഗം 42% വെറും പൊള്ളയാണ്. ഹൈപീരിയോന്റെ വലിപ്പത്തിന്റെയും മാസിന്റെയും അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞർ ഈ കാര്യം മനസ്സിലാക്കിയത്. അതായത് അത് രണ്ടും ഉപയോഗിച്ച് ഡെൻസിറ്റി അഥവാ സാന്ദ്രത മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഹൈപീരിയോണിന് ഏതാണ്ട് ജലത്തിന്റെ പകുതി സാന്ദ്രതയേ ഉള്ളൂവെന്ന് മനസ്സിലായി. നാസ 1997 അയച്ച കസീനി പേടകം ഹൈപീരിയോണിനെ നിരീക്ഷിച്ചിരുന്നു. അതിലൂടെ ഹൈപീരിയോൺ ഏകദേശം പൂർണ്ണമായും ജലത്തിന്റെ ഐസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റി. ജലം കൊണ്ട് നിർമ്മിതമായ ഒരു വസ്തുവിന് ജലത്തിന്റെ പകുതി സാന്ദ്രതയേ ഉള്ളുവെങ്കിൽ അതിനർത്ഥം ഇതിന്റെ ഉൾഭാഗം പകുതിയോളം പൊള്ളയാണെന്നാണ്. ഇതിന്റെ പുറത്തുള്ള ദ്വാരങ്ങളാണ് ഇതിന് സ്പോഞ്ചിന്റെ രൂപം നൽകുന്നത്. ഈ ദ്വാരങ്ങളെല്ലാം ക്രേറ്റേഴ്സ് ആണ്, അതായത് ഉൽക്കകൾ പോലെയുള്ള ബഹിരാകാശ വസ്തുക്കൾ വന്ന് പതിച്ചതിന്റെ പാടുകൾ. സാധാരണ മറ്റു ലോകങ്ങളിൽ ഉൽക്കകൾ വന്ന് പതിക്കുമ്പോൾ അവയുടെ സാന്ദ്രത കൂടുതലായതിനാൽ ഉൽക്കകൾ അധികം ആഴത്തിൽ പോവുകയില്ല. എന്നാൽ ഹൈപീരിയോന്റെ കാര്യം നേരെ തിരിച്ചാണ്. വന്ന് പതിക്കുന്ന ഉൽക്കകൾ ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് സ്പോഞ്ചിലുള്ളത് പോലത്തെ ആഴമേറിയ ദ്വാരങ്ങൾ ഹൈപീരിയോന്റെ ഉപരിതലത്തിലും കാണപ്പെടുന്നത്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, മറ്റ് ലോകങ്ങളിൽ ഉൽക്കാപതനം സംഭവിക്കുമ്പോൾ ഉൽക്ക വന്നിടിക്കുന്നതിന്റെ ആഘാതത്തിൽ അവിടെയുള്ള മണ്ണും മറ്റ് പദാർത്ഥങ്ങളുമൊക്കെ ഇളകി തെറിച്ചു പോകാറുണ്ട്. ആ പദാർത്ഥങ്ങളിൽ വലിയൊരു ശതമാനവും ആ ക്രേറ്ററിന് ചുറ്റും തന്നെ തിരിച്ചു വന്ന് വീഴുകയും ചെയ്യും. അതിന്റെ അടയാളങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മറ്റ് ലോകങ്ങളിൽ കാണാനും സാധിക്കും. ക്രേറ്റേഴ്സിനെ തിരിച്ചറിയാനുള്ള ഒരു മുഖമുദ്ര തന്നെയാണ് ഈ അടയാളങ്ങൾ. പക്ഷേ ഹൈപീരിയോണിൽ അങ്ങനെയും സംഭവിക്കില്ല. സാന്ദ്രത കുറവായതുകൊണ്ട് ഉൽക്ക വന്ന് പതിക്കുമ്പോൾ അവിടം കംപ്രസ് ആവുകയും കുഴിഞ്ഞു പോവുകയുമാണ് ഹൈപീരിയോണിൽ സംഭവിക്കുന്നത്. അതായത് ശരിക്കും ഒരു സ്പോഞ്ചിൽ സംഭവിക്കുന്നത് പോലെ. അതിനാൽ തന്നെ അധികം പദാർത്ഥങ്ങളൊന്നും ഇളകി മുകളിലേക്ക് തെറിച്ചു പോകാറില്ല. ഇനി അഥവാ അങ്ങനെ തെറിച്ചു പോയാൽ തന്നെ ഹൈപീരിയോന്റെ ഗ്രാവിറ്റി തീരെ ദുർബലമായതിനാൽ ആ പദാർത്ഥങ്ങളൊന്നും തിരിച്ചു വരില്ല. പകരം ബഹിരാകാശത്തിലേക്ക് എസ്കേപ്പ് ആകും. അതിനാൽ ക്രേറ്റേഴ്സിന്റെ അടയാളങ്ങളൊന്നുമില്ലാതെ പ്രത്യക്ഷത്തിൽ ഈ ദ്വാരങ്ങളൊക്കെ ക്രേറ്റേഴ്സ് ആണെന്ന് തിരിച്ചറിയാനും നമ്മുടെ കണ്ണുകൾക്ക് കഴിയില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് സ്പോഞ്ചിന്റെ രൂപമായിരിക്കുന്നത്. ഹൈപീരിയോണിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇതിന് കൃത്യമായ ഗോളാകൃതിയില്ല. ആദ്യമായിട്ട് കണ്ടെത്തിയ ഗോളാകൃതി ഇല്ലാത്ത ഉപഗ്രഹം ഇതായിരുന്നു. ഇതിനെ കണ്ടപ്പോഴാണ് ഉപഗ്രഹങ്ങൾക്ക് ഗോളാകൃതി ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് ബോധ്യമായത്. സാറ്റേണിന്റെ തന്നെ മറ്റൊരു ചെറിയ ഉപഗ്രഹമാണ് മെത്തോൺ. ഇതിനേതാണ്ട് 4 കിലോമീറ്റേഴ്സിന്റെ വ്യാസമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കെസീനി പേടകം ആദ്യമായിട്ട് കണ്ടെത്തിയ സാറ്റേണിന്റെ ഉപഗ്രഹം മെത്തോൺ ആണ്. ഇതിന് കൃത്യമായും ഒരു മുട്ടയുടെ ആകൃതിയാണ്. ആകൃതി മാത്രമല്ല, മുട്ടയുടെ ഉപരിതലം പോലെ മെത്തോണിന്റെ ഉപരിതലവും വളരെ സ്മൂത്ത് ആണ്. ആകെ മൊത്തത്തിൽ ഇതൊരു വലിയ മുട്ടയാണെന്ന് തോന്നിപ്പോകും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ബാക്കിയുള്ള ഏകദേശം എല്ലാ ഉപഗ്രഹങ്ങളുടെയും ഉപരിതലത്തിലും നമുക്ക് ധാരാളം ക്രേറ്റേഴ്സ് കാണാൻ കഴിയും. പക്ഷെ ഇതിന്റെ ഉപരിതലത്തിൽ അങ്ങനെ ക്രേറ്റേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് വളരെ മിനുസമുള്ളതായിട്ട് തോന്നുന്നത്. ഇതുപോലെ ക്രേറ്റേഴ്സ് ഇല്ലാത്ത വേറെയും ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ക്രേറ്റേഴ്സിനെ മായ്ക്കുന്ന എന്തെങ്കിലും ജിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. എന്നാൽ മെത്തോണിൽ അങ്ങനെയുള്ള ജിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. എന്നിട്ടും ഇതിന്റെ ഉപരിതലം ഇത്രയും മിനുസമായിരിക്കുന്നത് ശരിക്കും അത്ഭുതമാണ്. നിർഭാഗ്യവശാൽ മെത്തോണിനെ കുറിച്ച് ഇതുവരെ അധികം പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതിനാൽ ഈ ലോകം ഇത്രയും മിനുസമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇന്നും ഒരു നിഗൂഢതയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ശാസ്ത്രജ്ഞർക്ക് ചില നിഗമനങ്ങളുണ്ട്. മെത്തോൺ സാറ്റേണിന്റെ ഈ റിംഗ് എന്നറിയപ്പെടുന്ന വളയങ്ങൾക്ക് സമീപത്താണ് നിൽക്കുന്നത്. ഈ വളയങ്ങൾ മുഴുവൻ എൻസെലേഡസിൽ നിന്നും വമിക്കുന്ന പൊടി പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ്. സാറ്റേണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് എൻസെലേഡസ്. സൗരയൂഥത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിനുസമുള്ള വസ്തുവായിട്ട് പരിഗണിക്കുന്നത് എൻസെലേഡസിനെയാണ്. അതിന് അതിൻ്റെതായ മറ്റു ചില കാരണങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഒരുപക്ഷെ എൻസെലേഡസിൽ നിന്നും വമിക്കുന്ന പൊടി പദാർത്ഥങ്ങൾ മെത്തോണിന്റെ ഉപരിതലത്തിൽ സ്ഥിരമായിട്ട് വന്ന് പതിക്കുന്നുണ്ടായിരിക്കും. അതിനാൽ ഇതിന്റെ ഉപരിതലത്തിൽ ക്രേറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആ ക്രേറ്റേഴ്സ് ഒക്കെ പൊടി പദാർത്ഥങ്ങൾ കൊണ്ട് മൂടപ്പെടും. അങ്ങനെയായിരിക്കും ഇത് വളരെ മിനുസമുള്ള വസ്തുവായിരിക്കുന്നത്. പിന്നെ മെത്തോണിന്റെ മുട്ടയുടെ ആകൃതി എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്.
എന്താണെന്നാൽ മെത്തോൺ സാറ്റേണിന്റെ ഒരുപാട് സമീപത്ത് നിൽക്കുന്ന ഉപഗ്രഹമാണ്. വളരെ സമീപത്തായിരിക്കുന്ന ഉപഗ്രഹങ്ങളെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ടൈഡലി ലോക്ക്ഡ് ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു വശം മാത്രം എപ്പോഴും ഗ്രഹത്തിനെ നോക്കി നിൽക്കും. മെത്തോണും അങ്ങനെയാണ്. ഇങ്ങനെ ഒരു വശം മാത്രം സാറ്റേണിന് നേർക്ക് നിൽക്കുന്നതിനാൽ ആ വശം സാറ്റേണിന്റെ അതിശക്തമായ ഗ്രാവിറ്റി കാരണം വലിച്ചു നീട്ടപ്പെടും. അതുകൊണ്ടാണ് മെത്തോണിന് മുട്ടയുടെ ആകൃതിയുള്ളത്. സാറ്റേണിന്റെ തന്നെ മറ്റൊരു വിചിത്രമായ ഉപഗ്രഹ ജോഡികളാണ് എപ്പിമെത്തസും ജാനസും. 130 കിലോമീറ്ററും 200 കിലോമീറ്ററും മാത്രം വലിപ്പമുള്ള വളരെ ചെറിയ ഉപഗ്രഹങ്ങളാണിവ. 1966 ഒരു ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ സാറ്റേണിന്റെ ഒരു ചെറിയ ഉപഗ്രഹത്തിനെ കണ്ടെത്തി. അതിന് ജാനസ് എന്ന് പേരും നൽകി. വെറും 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനും ഇതേ ഉപഗ്രഹത്തിനെ നിരീക്ഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം മറ്റ് ചില ജ്യോതിശാസ്ത്രജ്ഞരും ഇതേ ഉപഗ്രഹത്തിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ അവിടെ ഒന്നിന് പകരം 2 ഉപഗ്രഹങ്ങളുണ്ട്. 12 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഉപഗ്രഹമായ എപ്പിമെത്തസിനെയാണ്. 2 ഉപഗ്രഹങ്ങളും ഏകദേശം ഒരേ ഓർബിറ്റ് തന്നെയാണ് പരസ്പരം ഷെയർ ചെയ്യുന്നത്. എപ്പിമെത്തസിന്റെ ഓർബിറ്റും ജാനസിന്റെ ഓർബിറ്റും തമ്മിൽ ശരാശരി വെറും 50 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവ ഓരോ 4 വർഷവും ഇവയുടെ ഓർബിറ്റുകൾ തമ്മിൽ പരസ്പരം കൈമാറും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പിമെത്തസ് ഔട്ടർ ഓർബിറ്റിലും ജാനസ് ഇന്നർ ഓർബിറ്റിലുമാണെന്ന് കരുതുക. അതുപോലെ എപ്പിമെത്തസ് മുന്നിലും ജാനസ് പിന്നിലുമാണെന്ന് കൂടെ കരുതുക. ഇപ്പോൾ എപ്പിമെത്തസിനെ അപേക്ഷിച്ച് ജാനസ് കുറച്ചുകൂടെ സാറ്റേണിന്റെ സമീപത്തായതിനാൽ ജാനസിനെ സാറ്റേൺ കൂടുതൽ ശക്തിയിൽ വലിക്കുകയും അനന്തരഫലമായിട്ട് ജാനസ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. അങ്ങനെ 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ ഇവ രണ്ടും വളരെ അടുത്തു വരും. ആ സമയം ഇന്നർ ഓർബിറ്റിലുള്ള ജാനസിന്റെ ഗ്രാവിറ്റി ഔട്ടർ ഓർബിറ്റിലുള്ള എപ്പിമെത്തസിനെ പിന്നിലേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ എപ്പിമെത്തസിന്റെ വേഗത കുറയുകയും അനന്തരഫലമായിട്ട് അത് പതിയെ ഇന്നർ ഓർബിറ്റിലേക്ക് വരികയും ചെയ്യും. അതായത് സാറ്റേണിന്റെ അടുത്തോട്ട് വരും. എന്നാൽ എപ്പിമെത്തസിനും ഗ്രാവിറ്റിയുണ്ട്. അതിന്റെ ഗ്രാവിറ്റി ജാനസിനെ മുന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് കാരണം ജാനസിന്റെ വേഗത കൂടുകയും അത് പതിയെ ഔട്ടർ ഓർബിറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇവയുടെ ഓർബിറ്റുകൾ പരസ്പരം കൈമാറുന്നത്. വീണ്ടും 4 വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തിരിച്ചും സംഭവിക്കും. അതായത് ജാനസ് ഇന്നർ ഓർബിറ്റിലേക്ക് വരികയും എപ്പിമെത്തസ് ഔട്ടർ ഓർബിറ്റിലേക്ക് പോവുകയും ചെയ്യും. മറ്റൊരു കൂട്ടം വിചിത്രമായ ഉപഗ്രഹങ്ങളാണ് റെട്രോഗ്രേഡ് മൂൺസ്. ഗ്രഹങ്ങൾ കറങ്ങുന്നതിന്റെ എതിർദിശയിലൂടെ വലം വെക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് റെട്രോഗ്രേഡ് മൂൺസ് എന്ന് പറയുന്നത്. അതായത് ഗ്രഹം ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ അതിന്റെ ഉപഗ്രഹം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഗ്രഹത്തിനെ വലം വെക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഉപഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലുണ്ട്. ഇവയിൽ ഏകദേശം എല്ലാം യഥാർത്ഥത്തിൽ ആസ്ട്രോയിഡുകളായിരുന്നു. ഗ്രഹങ്ങളുടെ സമീപത്ത് കൂടെ പോകുമ്പോൾ അവ ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റിയിൽ കുടുങ്ങിപ്പോകുന്നതാണ്. ഇതുപോലത്തെ നെപ്റ്റ്യൂണിന്റെ ഒരു ഉപഗ്രഹമാണ് ട്രൈറ്റൺ. പക്ഷേ ട്രൈറ്റന്റെ കാര്യത്തിൽ വലിയൊരു നിഗൂഢതയുണ്ട്. ട്രൈറ്റൻ ഒരു റെട്രോഗ്രേഡ് ഉപഗ്രഹമായതുകൊണ്ട് എന്തായാലും ഇത് നെപ്റ്റ്യൂണിന്റെ കൂടെ രൂപം കൊണ്ടതായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ നെപ്റ്റ്യൂൺ ഇതിനെ പിടിച്ചെടുത്തതാണെന്ന് ഉറപ്പാണ്. എന്നാൽ ട്രൈറ്റൻ മറ്റ് റെട്രോഗ്രേഡ് മൂൺസിനെ പോലെ ചെറിയ ഉപഗ്രഹമൊന്നുമല്ല. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ. അതിന് നമ്മുടെ ചന്ദ്രന്റെ 80% വലിപ്പമുണ്ട്. ഇത്രയും വലിയൊരു വസ്തുവിനെ അത്ര എളുപ്പത്തിൽ വലിച്ചെടുത്ത് ഓർബിറ്റിലാക്കാൻ സാധാരണഗതിയിൽ കഴിയില്ല. കാരണം ഇത്രയും വലിയൊരു വസ്തു നെപ്റ്റ്യൂണിന്റെ സമീപത്ത് വരുമ്പോൾ അത് ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി കാരണം സ്ലിംഗ് ഷോട്ട് ആകേണ്ടതാണ്. അതായത് നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിൽ നിൽക്കാതെ അത് തെറിച്ചു പോകേണ്ടതാണ്. അല്ലെങ്കിൽ നെപ്റ്റ്യൂണിൽ ചെന്ന് പതിച്ച് നശിക്കേണ്ടതാണ്. എന്തെന്നാൽ വലിപ്പം കൂടിയ വസ്തുക്കൾക്ക് കൈനറ്റിക് എനർജിയും ഓർബിറ്റൽ എനർജിയും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ട്രൈറ്റനിൽ നിന്നും ഈ എനർജി ഒരുപാട് നഷ്ടമായാൽ മാത്രമേ അതിനെ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നെപ്റ്റ്യൂണിന്റെ ഗ്രാവിറ്റിക്ക് അത്രയും എനർജിയെ നഷ്ടപ്പെടുത്താനുള്ള ശക്തിയുമില്ല. അപ്പോൾ പിന്നെ ട്രൈറ്റൻ എങ്ങനെ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിലായി എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. എന്നിരുന്നാലും ശാസ്ത്രലോകം ഇതിനു പിന്നിൽ നിരവധി സിദ്ധാന്തങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പേര് അംഗീകരിച്ചിട്ടുള്ളത് ബൈനറി ക്യാപ്ചർ എന്ന സിദ്ധാന്തമാണ്. അതായത് ട്രൈറ്റൺ പണ്ടൊരു ബൈനറി സിസ്റ്റം ആയിരുന്നു. എന്നുവെച്ചാൽ അതിന്റെ കൂടെ മറ്റൊരു വസ്തുവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടെ നെപ്റ്റ്യൂണിന് സമീപത്ത് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റേ വസ്തു സ്ലിംഗ് ഷോട്ടായി തെറിച്ചു പോവുകയും ട്രൈറ്റൺ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിൽ കുടുങ്ങി ഉപഗ്രഹമായി മാറുകയും ചെയ്തു. ഈ പ്രക്രിയയിൽ ട്രൈറ്റന്റെ കൂടെ ഉണ്ടായിരുന്ന വസ്തു കാരണം ട്രൈറ്റന്റെ എനർജിയൊക്കെ നഷ്ടമായി. അതുകൊണ്ടാണ് നെപ്റ്റ്യൂണിന് ട്രൈറ്റനെ ഉപഗ്രഹമാക്കാൻ പറ്റിയത്.